സാധാരണ ഈ കോഴിക്കോട് ബീച്ചിൽ വരുമ്പോഴേ എങ്ങോട്ടാ ആദ്യം കണ്ണടക്കുന്നത്? ഉപ്പിലിട്ടത് സ്വാഭാവികം. പക്ഷെ എനിക്ക് ഇത്തവണ ഉണ്ടല്ലോ ഈ ഐസ് വെറുതെ എന്നല്ലേ പറയാ, അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കതല്ല, കടല കടല വിട്ടുള്ള ഒരു കളിയില്ല. ചേട്ടാ 2 കടല തരാം. ഞാൻ മുന്നേ ബീച്ചിൽ വന്നപ്പോ ഉണ്ടല്ലോ, കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുള്ളത് ഇത്ര തിരക്ക് വന്നിട്ടില്ല. ഇത് കലോത്സവത്തിന്റെയാണ് ഇത്രയും. കലോത്സവത്തിന്റെ തിരക്ക് മാത്രമല്ല, കടകളും കൂടിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് മാസം വന്നപ്പം ഈ നാട്ടിലൊന്നും ഇത്രയും കടകളില്ല. കടകൾ കൂടിയിട്ടുണ്ടല്ലേ? നീ കലോത്സവത്തിന് ഫസ്റ്റ് ടൈമാ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കലോത്സവത്തിനായിട്ട് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ അത് കോഴിക്കോടല്ല. എന്തായിരുന്നു ഐറ്റം? ഞാൻ കഥാപ്രസംഗം. സത്യത്തിലേ ഈ കലോത്സവം തുടങ്ങിയ സമയത്തെ ഇനങ്ങളും ദിവസങ്ങളും ഒക്കെ നോക്കിയാൽ ഇപ്പോഴത്തെ തലമുറ അന്തം വിട്ടു പോകും. 57-ലല്ലേ? അതായത് കേരളപ്പിറവി കേരളം പിറന്നു കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞായിരുന്നു ഫസ്റ്റ് കലോത്സവം. അത്ര നേരത്തെ കലോത്സവം അന്നേ ഉണ്ട്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ അന്ന് ആകെ ഉള്ളത് 12 ഇനങ്ങൾ. 280ഓളം ഇനങ്ങളുണ്ട്. 2 സ്കൂളിലാണ് മത്സരമുള്ളത്. അത് രസം എന്ന് വെച്ചാൽ 1.5 ദിവസമാണ് ആകെ. ഇന്ന് 5 ദിവസം 6 ദിവസം അടുത്തുണ്ട്. 7 വന്നു, പിന്നെ അത് 5ലേക്ക് പിന്നെ കുറച്ചു. നമുക്ക് ഐശ്വര്യത്തിൽ കഴിക്കണ്ടേ? വേണം വേണം വേണം. ഞാൻ വേറെ കഴിച്ചിട്ടില്ല. എനിക്ക് ഒരെണ്ണം വേണേ, പക്ഷെ മധുരം മതി. അതായത് നോക്ക്, 2 കളർ. ഇത് ഫുള്ള് മധുരമുള്ളതാണ്. ചേട്ടാ എത്രയാവും? 40. രണ്ടിനും കൂടിയാണോ? രണ്ടും ഒരു വിലയാ. മധുരമാണേലും പുളിയാണേലും ഒറ്റ വില. കോവിഡൊക്കെ ആയിട്ടേ കഴിഞ്ഞ 2 വർഷം ഉണ്ടായിരുന്നില്ലല്ലോ മത്സരങ്ങൾ? ഇല്ലായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ ശ്വാസം മുട്ടും. ചരിത്രം നോക്കിയാൽ ഇതിനു മുമ്പും 2 വർഷം നിർത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പം എനിക്ക് തോന്നുന്നു 67-ലും 73-ലും ആണ് തോന്നുന്നു. 2 തവണ മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഈ കോവിഡും അല്ലാതെ യുദ്ധവും കാരണം മാത്രമാണ് കലോത്സവം മുടങ്ങിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നല്ലേ കലോത്സവത്തിൽ? അങ്ങനെ വളർന്നുകൊണ്ടിരുന്നല്ലേ. ഉപ്പിലിട്ടായാലും വേണം. ചേട്ടാ ഒരു പൈനാപ്പിൾ എടുക്കുന്നുണ്ടേ. കലാപ്രതിയും കലാത്തിലൊക്കെ എടുത്ത് മാറ്റിയില്ലേ? അത് നമ്മുടെ സുരേഷ് ഗോപി പറയുന്ന പോലെ ദാ വന്നു ദേ പോയി. ഇതുകൂടി ഇട്ടാണോ കഴിക്കണ്ടേ? ഇതാണ് അച്ചാർ. ആദ്യത്തെ കലാതിലകം നമ്മുടെ വിനീതല്ലായിരുന്നു, സിനിമ നടൻ. ആണോ? ഡാൻസർ ആണല്ലേ? കലാപ്രതിഭ. സോറി, കലാപ്രതിഭ. സുൽത്താന, സംസ്ഥാന സ്കൂൾ കലോത്സവം കോഴിക്കോട് നിൽക്കുമ്പോൾ നമ്മൾ കോഴിക്കോടിനെ ഒരിക്കലും വിട്ടുപോകരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ യുവജനോത്സവം, അന്ന് യുവജനോത്സവം എന്നായിരുന്നല്ലോ പേര്. ഈ കാണുന്ന തരത്തിലൊരു ജനങ്ങളുടെ ഉത്സവമാക്കി മാറ്റിയത് കോഴിക്കോട്ടുകാരാണ്. ഇവരുടെ ആവേശം കണ്ടിട്ടാണ് മറ്റു ജില്ലകളിലേക്ക് പോകുമ്പം അവിടുത്തെ ആളുകളും ഇറങ്ങി ഇതിനൊരു വലിയ സംഭവമാക്കി. കോഴിക്കോട് ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ചിട്ടുള്ളതാണ്. പക്ഷെ അടുത്ത കുറച്ച് നാളായിട്ട് പാലക്കാട്, അത് പിന്നെ മറ്റേ കോവിഡ് 2 വർഷം അവിടെ സ്റ്റക്കായി കപ്പ്. അത് വേറെ അവരാണ് മുന്നിൽ നിൽക്കുന്നത്. ഐറ്റം എല്ലാം കാണാറുണ്ടോ? ഉണ്ട്. എനിക്ക് താല്പര്യമുള്ള 2-3 ഏരിയകളുണ്ട്. അതൊക്കെ കാണണം. എന്താ താല്പര്യം? മാർഗളി കാണണം, ഭരതനാട്യം. എനിക്ക് എന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്റ്റേജിൽ പിള്ളേർ കയറുന്നതാണ് ഇഷ്ടം. കഥാപ്രസംഗം കാണണ്ടേ? കഥാപ്രസംഗം കാണണം. സ്കൂളിൽ കയറിയത് 2 ലൈൻ കഥാപ്രസംഗം അന്നത്തെ ഓർമ്മ ഉണ്ടോ? കഥാപ്രസംഗം യശോദരയെ പറ്റിയായിരുന്നു. ശ്രീബുദ്ധൻ യശോദര ഇട്ടിട്ട് പോകുന്നില്ലേ, അത് അന്നേ ഒരു ഫെമിനിസം ചായ്വുള്ള ഒരു കഥയായിരുന്നു. യശോദരനെ ശ്രീബുദ്ധൻ ഇട്ടിട്ട് പോകുമ്പോൾ യശോദരയുടെ കണ്ണിൽ നിന്നുള്ള എന്തിനാണ് ഇട്ടിട്ട് പോയി എന്റെ കുട്ടിയെ ഇട്ടിട്ട് അങ്ങനെ ചോദിക്കുന്ന ഒരു സംഭവമായിരുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ദിവസം മത്സരങ്ങളെല്ലാം കാണാം. ഇപ്പൊ കടലയാണ്.